Hi dear students, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് an interview with പത്മശ്രീ അരുണാചലം മുരുകാനന്ദം, the Pat Man of India, ബബ്ലു in Tingle Ghana story. നമ്മൾ കഴിഞ്ഞ ദിവസം എ ഫീനിക്സ് റൈസസ് പഠിച്ചിരുന്നു. അതിലെ സെൻട്രൽ ക്യാരക്ടർ ആണ് ബബ്ലു. ബബ്ലു യഥാർത്ഥത്തിൽ ആരാണ്? ശ്രീ അരുണാചലം മുരുകാനന്ദം, the Pat Man of India. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Good morning, Mr. Muruganandam. It's very kind of you to meet and talk to us. Good morning, Mr. Muruganandam. താങ്കളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ വളരെയധികം കൈൻഡ് ആണ്. We know that you have been working on the manufacture and distribution. Manufacture എന്ന് പറഞ്ഞാൽ നിർമ്മാണം, distribution എന്ന് പറഞ്ഞാൽ വിതരണം. Of inexpensive sanitary napkins for a quarter of a century. Quarter of a century എന്ന് പറഞ്ഞാൽ 25 വർഷം. കഴിഞ്ഞ 25 വർഷമായിട്ട് താങ്കൾ ഒരു ചെലവുമില്ലാത്ത അല്ലെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന തൊഴിലിലാണല്ലോ. നൗ വി വുഡ് ലൈക്ക് ടു ലേൺ അബൌട്ട് യുവർ ഏർലി ഡേയ്സ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണം. എന്താണത്? താങ്കളുടെ നേരത്തെയുള്ള ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണം. Did anyone inspire you to work for the good of the community? താങ്കളെ അന്ന് ആരെങ്കിലും സ്വാധീനിച്ചിരുന്നോ? ആരെങ്കിലും താങ്കളെ ഇൻസ്പയർ ചെയ്തിരുന്നോ എന്നൊക്കെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിന് ആൻസർ ആയിട്ട് അരുണാചലം പറയുന്നു, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ലെറ്റ് മീ അറ്റ് ദ ഔട്ട്സെറ്റ് ടെൽ യു മൈ സ്റ്റോറി. എന്തായാലും ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറഞ്ഞു തരാം. മൈ ഫാദർ വാസ് എ ഹാൻഡ്ലൂം വീവർ. എൻ്റെ അച്ഛൻ ഒരു കൈത്തറി നിർമ്മാണ തൊഴിലാളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ തയ്യക്കാരനായിരുന്നു. ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് 14 when he passed away quite unexpectedly. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ പോയി. ആ സമയം ഞാൻ 14 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് 14 year old. ഓക്കെ, 14 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു? സ്കൂളിൽ നിന്നും ഇറങ്ങി. മൈ മദർ വർക്ക്ഡ് ഓൺ എ ഫാം. എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് ഒരു ഫാമിലാണ്. ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ആൻഡ്സ് മീറ്റ്. ഞങ്ങളുടെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാനും എൻ്റെ അമ്മ വളരെയധികം പാടുപെട്ടിരുന്നു. ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് 2 daughters ആൻഡ് എ സൺ. യു നോ, നിങ്ങൾക്കറിയാവോ, എൻ്റെ അമ്മയ്ക്ക് ഒരു മകൻ, അതായത് ഞാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 daughters, 2 മകളും ഉണ്ടായിരുന്നു. സോ അവരെയും നോക്കണം, എന്നെയും നോക്കണം. ഷീ ഹാഡ് ഹോപ്ഡ് ഐ ഹാഡ് ബിക്കം ആൻ എഞ്ചിനീയർ. അമ്മ കരുതിയിരുന്നത് എന്താണ്? ഞാൻ എങ്ങനെയായാലും പഠിച്ചൊരു എഞ്ചിനീയർ ആവുമെന്നാണ് അമ്മ കരുതിയിരുന്നത്. ഹവർ, എന്നിരുന്നാലും ഷീ കുഡിൻറ്റ് അഫോർഡ് ടു സെൻഡ് മീ ടു കോളേജ്. എന്നെ കോളേജിൽ വിടാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളും എൻ്റെ കുടുംബത്തിന് ഇല്ലായിരുന്നു. സോ ഷീ കുഡിൻറ്റ് അഫോർഡ് ടു സെൻഡ് മീ ടു കോളേജ് ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് അപ്പ് എ ജോബ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. കോളേജിലൊന്നും പോകാൻ സാധിക്കാതെ വെറും 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്? എൻ്റെ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് അമ്മയെ സഹായിക്കാനായിട്ട് നിന്നത്. ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് അപ്പ് എ ജോബ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു? വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി. ഈവൻ ആസ് എ യങ് ബോയ്, ഒരു ചെറുപ്പക്കാരനായിരുന്ന സമയം വരെ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്തത്? വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ്. അറ്റ് 21 ഐ മാരീഡ്. 21 വയസ്സായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. It was then I discovered that my wife, ശാന്തി, ഞാൻ എൻ്റെ പാർട്ട്ണറെ കണ്ടെത്തി. അതാരായിരുന്നു? ശാന്തിയായിരുന്നു. Had to use old rags instead of clean napkins during her menstrual cycle. എല്ലാ മാസവും menstrual cycle ഉണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ എൻ്റെ വൈഫായിട്ടുള്ള ശാന്തി ഓൾഡ് റാഗ്സ്, പഴയ തുണികളാണ് എന്തിനു പകരം ഉപയോഗിക്കുന്നത്? നാപ്കിൻസിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. This made me think about the general state of women's health and hygiene. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് മാത്രമല്ല ചിന്തിച്ചിരുന്നത്. ദിസ് മേഡ് മീ തിങ്ക് അബൌട്ട് ദി ജനറൽ സ്റ്റേറ്റ് ഓഫ് വിമൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെക്കുറിച്ചും ഞാൻ അന്ന് ആ ടൈമിൽ ചിന്തിച്ചിരുന്നു. അവരുടെ ഹെൽത്ത്, ആരോഗ്യത്തെക്കുറിച്ചും ഹൈജീനെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും ഞാനന്ന് ചിന്തിച്ചിരുന്നു. The knowledge triggered my research into the manufacture of affordable napkins. അന്ന് മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ആ ഒരു അറിവാണ്, അവരൊക്കെ എത്രത്തോളം ഹെൽത്തും ഹൈജീനും ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധമാണ് എന്നെ ട്രിഗർ ചെയ്തത്. അന്ന് മുതൽ ഞാൻ എന്ത് നിർമ്മിക്കാൻ തുടങ്ങി? ഇങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള, അവർക്ക് വാങ്ങാൻ സാധിക്കുന്ന വിലയിലുള്ള നാപ്കിൻസ് നിർമ്മിക്കാനായിട്ട് തുടങ്ങി. അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് ഒക്കെ തുടങ്ങി. ഇത്രയുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന് അരുണാചലം ആൻസർ ആയിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. As I mentioned
Question. We understand that it took you years to find the right materials for your napkins. Could you tell us more about that phase of your research? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞങ്ങൾക്കറിയാം that it took you years to find the right materials for your napkins. താങ്കൾ ഒരു നല്ല രീതിയിലുള്ള നാപ്കിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തെന്ന് ഞങ്ങൾക്ക് അറിയാം. Could you tell us more about that phase of your research? താങ്കളുടെ റിസർച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിനെക്കുറിച്ച് പറയാവോ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിന് ആൻസർ ആയിട്ട് അരുണാചലം പറയുന്നു, ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈ ഫാദർ വാസ് എ വീവർ, എൻ്റെ അച്ഛൻ ആരായിരുന്നു? ഒരു വീവർ ആയിരുന്നു, ഒരു തയ്യക്കാരനായിരുന്നു. Therefore, I was somewhat familiar with cotton. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം പരിചിതമായ ഒരു വസ്തുവായിരുന്നു കോട്ടൺ മെറ്റീരിയൽ. ആൻഡ് മെയ്ഡ് യൂസ് ഓഫ് മെനി വെറൈറ്റീസ് ഓഫ് കോട്ടൺ. അതുപോലെ തന്നെ കോട്ടന്റെ പല വെറൈറ്റീസും എനിക്കറിയായിരുന്നു. ഓൾ മൈ ഇനിഷ്യൽ എക്സ്പെരിമെന്റ്സ് ഫെയിൽഡ് മിസറബിളി. ആദ്യം ഞാൻ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അതെല്ലാം ഫെയിലായി, അതെല്ലാം പരാജയപ്പെട്ടു. മോർ ഓവർ, എന്നിട്ടും ദ ടോപ്പിക് വാസ് ടാബു ഇൻ അവർ വില്ലേജ് അറ്റ് ദ ടൈം. എൻ്റെ ആ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഈ ഒരു പ്രവർത്തനത്തെ ടാബു ചെയ്തിരിക്കുകയായിരുന്നു. ടാബു എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെടുക, അല്ലെങ്കിൽ എന്തുവാ, അത് അടിച്ചമർത്തപ്പെട്ട ഒരു ജോലിയായിട്ടാണ് അവരെല്ലാം കണ്ടിരുന്നത്. സോ എനിക്ക് ആ ടൈമിൽ ഒരു സപ്പോർട്ട് ഇവിടെ നിന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് ലെഡ് ടു മൈ ഐസൊലേഷൻ വിത്തിൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഈവൻ മൈ ഫാമിലി. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു സമൂഹത്തിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും വളരെയധികം ഐസൊലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടുപോയി. ബട്ട് ഐ ഡിഡ്ന്റ് ഗീവ് അപ്പ്. പക്ഷേ എന്നിട്ടും ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. ഞാൻ ഉപേക്ഷിച്ചില്ല. I tried to find out what type of cotton the popular brands were using for their napkins. നാപ്കിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിലെ ആൾക്കാർ പുതിയ ബ്രാൻഡുകളൊക്കെ എടുത്തിട്ടാണല്ലോ പുതിയ നാപ്കിൻസ് ഉണ്ടാകുന്നത്. അത് അവർ എന്തുകൊണ്ടായിരിക്കും നിർമ്മിക്കുന്നത് എന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. എന്ത് ടൈപ്പ് കോട്ടൺ കൊണ്ടായിരിക്കും അവർ പോപ്പുലർ ബ്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്? It took me 2 years of trial and error to figure out it was pinewood pulp and not cotton. ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നോട്ട് കോട്ടൺ, ഇത് കോട്ടൺ അല്ല, പകരം എന്താണിത്? പൈൻവുഡ് പൾപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ ആദ്യം പരീക്ഷണം നടത്തിയപ്പോൾ ഒരുപാട് ട്രയൽസ് ഞാൻ നേരിട്ടു, അതുപോലെ തന്നെ ഒരുപാട് എറേഴ്സ് എനിക്കുണ്ടായി. അതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണ്? 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, കോട്ടണിൽ നിന്നല്ല ഇത് ഉണ്ടാക്കുന്നത്, പൈൻവുഡ് പൾപ്പിൽ നിന്നാണ്. ദ സപ്ലയേഴ്സ് സെൻഡ് മീ സം സാമ്പിൾസ്. അങ്ങനെ സപ്ലയേഴ്സ് വന്നിട്ട് എനിക്ക് കുറച്ച് സാമ്പിൾ തന്നിട്ട് പോയി. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അറിഞ്ഞിട്ട് സപ്ലയേഴ്സ് വന്നിട്ട് എന്ത് തന്നു? എനിക്ക് ഇതേപോലുള്ള സാമ്പിൾസ് തന്നിട്ട് പോയി. ഐ സ്പെൻഡ് സെവറൽ ഡേയ്സ് വണ്ടറിങ് ഹൗ ടു മേക്ക് എ സെല്ലുലോസ് ഫ്രം ഇറ്റ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് സെല്ലുലോസ്, നാരുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വളരെയധികം ചിന്തിച്ചു. കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. വൺ ഡേ, ഒരു ദിവസം, മൈ പെറ്റ് ഡോഗ് ആക്സിഡന്റലി സ്ക്രാച്ച്ഡ് ദ സാമ്പിൾ കാർഡ്. എൻ്റെ ആ സാമ്പിൾ കാർഡ് സപ്ലയേഴ്സ് കൊണ്ട് തന്നില്ലേ, ആ സാമ്പിൾ കാർഡിൽ എൻ്റെ വളർത്തുനായ വന്ന് ഒരു ആക്സിഡന്റലി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിചാരിതമായിട്ട് ആ വളർത്തുനായ എൻ്റെ സാമ്പിൾ കാർഡ് എടുത്തൊന്ന് സ്ക്രാച്ച് ചെയ്തു, ഒന്ന് മാന്തി. ആൻഡ് ഐ കുഡ് സീ ദ സോഫ്റ്റ് കോട്ടണി മെറ്റീരിയൽ. ഞാൻ അതിനുള്ളിൽ കണ്ട കാഴ്ച എന്താണ്? ആ സാമ്പിൾ കാർഡിനുള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണി മെറ്റീരിയൽ കണ്ടു. ദിസ് ഗേവ് മീ ദ ഐഡിയ ഓഫ് എ ഡീഫൈബ്രേഷൻ. ഇതിൽ നിന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ? ഡീഫൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നാരായിട്ട് എടുക്കുന്നതിനെയാണ് ഡീഫൈബ്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Later, Mr. Muruganandam, you discovered that the real need was for more efficient machinery. How did you understand this? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മിസ്റ്റർ മുരുകാനന്ദം, താങ്കൾ കണ്ടുപിടിച്ചതൊക്കെ കറക്റ്റ് ആണ്, പക്ഷേ താങ്കൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് മെഷീനറീസ് ഒക്കെ, എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീനറി ഒക്കെ ഇതിന് ആവശ്യമാണല്ലോ. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഈ മെഷീനെ കുറിച്ചൊക്കെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അതിന് ആൻസർ പറയാണ്, ദ മെഷീൻസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് സാനിറ്ററി നാപ്കിൻസ് കോസ്റ്റ് ക്രോഡ്സ് അറ്റ് ദി ടൈം. ആ സമയത്ത് സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസിനൊക്കെ വളരെയധികം പൈസ വേണമായിരുന്നു. ആ ഒരു മെഷീനൊക്കെ വാങ്ങണമെങ്കിലും ഫിറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ വളരെയധികം പൈസ വേണമായിരുന്നു. ഐ റിയലൈസ്ഡ് ദാറ്റ് വിമൻ വുഡ് ഗെറ്റ് അഫോർഡബിൾ നാപ്കിൻസ് ഓൺലി ഇഫ് ദ മെഷീനറി ബിക്കേം ലെസ് എക്സ്പെൻസീവ്. ഇത് ഉണ്ടാക്കുന്ന മെഷീൻ വളരെ ചെലവ് കുറഞ്ഞതാണെങ്കിൽ മാത്രമേ
സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ഇതിനെ അഫോർഡബിൾ ആക്കാൻ പറ്റൂ, ഈ നാപ്കിൻസിനെ അഫോർഡബിൾ ആക്കാൻ പറ്റൂ, വാങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെലവ് കുറച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആ സ്ത്രീകൾക്ക് ഉപകാരപ്പെടൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഐ ദെൻ ബിഗാൻ ടു ഫോക്കസ് ഓൺ ഡിസൈനിങ് അഫോർഡബിൾ മെഷീൻസ്. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, പിന്നീട് എന്റെ ശ്രദ്ധ മുഴുവനും ഒരു കാര്യത്തിലായി. എന്താണ്, ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള മെഷീൻസ്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മെഷീൻസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അഗെയിൻ, വീണ്ടും ബൈ ട്രയൽ ആൻഡ് എറർ. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള എറർ ഉണ്ടാകും. ആ എററിൽ നിന്നാണ് നമ്മൾ, അതായത് തെറ്റിൽ നിന്നാണ് നമ്മൾ ശരി പഠിക്കുന്നതെന്ന് പറയത്തില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രയൽ ആൻഡ് എററിലൂടെ ഐ സക്സീഡ് ഇൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് മെഷീൻസ്. ഞാനങ്ങനെ ഓരോ ശ്രമങ്ങളും നടത്തി, അതിൽ നിന്ന് തെറ്റുകൾ ഉണ്ടായി. ആ തെറ്റുകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഐ സക്സീഡഡ് ഇൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് മെഷീൻസ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മെഷീൻസ് ഞാൻ നിർമ്മിക്കുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ സക്സസ് ആയി. അങ്ങനെ മെഷീൻ കണ്ടുപിടിച്ചു. ദീസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ വിതൗട്ട് മച്ച് ട്രെയിനിങ്. ഒരു ട്രെയിനിങ് ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെഷീനൊക്കെ എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഐ ഡിസൈൻഡ് 3 സെപ്പറേറ്റ് മെഷീൻസ് ഫോർ ദി ഡീഫൈബ്രേഷൻ, കംപ്രഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ, അതായത് ഈ സാനിറ്ററി നാപ്കിൻ പോലുള്ള മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് വളരെ ഹൈജീനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത്തരം മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുമ്പം 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് 3 സെപ്പറേറ്റ് മെഷീൻസ് ആണ് ഞാൻ കണ്ടെത്തിയത്. ഐ ഡിസൈൻഡ് 3 സെപ്പറേറ്റ് മെഷീൻസ് ഫോർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഡീഫൈബ്രേഷൻ, നാരായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, കംപ്രഷൻ, അതിനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ, കോട്ടൺ ആയിക്കോട്ടെ, പൈൻവുഡ് പൾപ്പ് ആയിക്കോട്ടെ, ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിനെ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് നടത്തണം. സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അണുനാശകം, അണുവിമുക്തമാക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു മെറ്റീരിയലിനെയൊക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ മെഷീൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഐ ഡിസൈൻഡ് 3 സെപ്പറേറ്റ് മെഷീൻസ്. ഏതൊക്കെയാണ്, ഡീഫൈബ്രേഷൻ, കംപ്രഷൻ, സ്റ്റെറിലൈസേഷൻ. ദിസ് 2 ഈസ് ദ റിസൾട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ. ട്രയൽ ആൻഡ് എററിലൂടെയാണ് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ആദ്യം ശ്രമിച്ചപ്പോൾ തെറ്റുകൾ ഉണ്ടായി, ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു അല്ലേ. അപ്പൊ ട്രയൽ ആൻഡ് എററിലൂടെയാണ് ഞാൻ ഇതൊക്കെ സക്സീഡ് ആയത്. ദ ഓൺലി മെത്തേഡ് ഐ ഹാഡ് എവർ റെക്കമെൻഡ് ഫോർ ജെന്യുവിൻ ഇന്നോവേഷൻ. ഇങ്ങനെ സത്യസന്ധമായ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറെ ഒരു റെക്കമെൻഡേഷന്റെയും പുറകെ പോകാതെ ഞാൻ തന്നെ സ്വയം ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ കണ്ടെത്തിയതാണ് ഇവയെല്ലാം. Next question. Sir, of course, many MNCs would have made you handsome offers for your machines. Were you ever tempted to take any of these offers? ഒരുപാട് MNCs, ഒരുപാട് കോർപ്പറേഷൻ പോലുള്ള കമ്പനീസ് ഒക്കെ ഇദ്ദേഹത്തിനോട് എന്താണ്, മെഷീൻസ് തരട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്തു തരട്ടോ എന്നൊക്കെ കുറേ ഓഫേഴ്സ് കൊടുത്തിരുന്നു. പക്ഷെ ഇതെല്ലാം ആരും നിരസിച്ചു, അരുണാചലം നിരസിച്ചിരുന്നു. വെർ യു എവർ ടെംപ്റ്റഡ് ടു ടേക്ക് എനി ഓഫ് ദീസ് ഓഫേഴ്സ്? എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഉള്ള ഇത്തരം ഓഫേഴ്സ് റിജക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് താങ്കൾ ആ ഒരു ഓഫേഴ്സ് സ്വീകരിക്കാതിരുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ പറയാണ്, ഇറ്റ് ടുക്ക് മീ 13 years to get a patent for my invention. എന്റെ കണ്ടുപിടുത്തത്തിന് ഒരു പേറ്റന്റ് എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ലൈസൻസ് പോലെ, അത് കിട്ടണമെങ്കിൽ എനിക്ക് എത്ര വർഷം എടുത്തിരുന്നു? 13 വർഷം എടുത്തിരുന്നു. സോ വെൻ ഐ ഗോട്ട് ദ പേറ്റന്റ്, എനിക്ക് ആ പേറ്റന്റ് കിട്ടിയപ്പോൾ ഐ പ്ലേസ് ഇറ്റ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ ഫോർ എനിവൺ ഹു വാണ്ടഡ് ടു യൂസ് ഇറ്റ്. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കത്തക്ക രീതിയിൽ ആ മെഷീൻ ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ തുറന്നു വെച്ചു. ഐ സെൽ മൈ മെഷീൻസ് അറ്റ് എ സബ്സിഡൈസ്ഡ് പ്രൈസ് ടു വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ഈ സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഈ കുടുംബശ്രീ പോലെയുള്ള സ്വയം സഹായ ഗ്രൂപ്പുകൾ, അതുപോലുള്ള ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ കൂട്ടങ്ങൾ. അവർക്കെല്ലാം ഒരു തൊഴിലും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ഐ സെൽ മൈ മെഷീൻസ് അറ്റ് സബ്സിഡൈസ്ഡ് പ്രൈസ്. സബ്സിഡൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രൈസിൽ ഞാൻ എൻ്റെ മെഷീൻസ് എന്ത് ചെയ്തു, അവർക്കും കൂടി കൊടുത്തു. എങ്ങനെ കൊടുത്തു? പബ്ലിക്കായിട്ട് വെച്ചിരുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കും ഇതേപോലെ വർക്കിൽ ഏർപ്പെടാം. മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ നീഡ് നോട്ട് ഗ്രീഡ്. ഇത് പ്രധാനപ്പെട്ട ഒരു ലൈനാണ്. മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ നീഡ് നോട്ട് ഗ്രീഡ്, ടോൾഡ് ബൈ ആരാണ്? അരുണാചലം. അരുണാചലം പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള കോട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം.
എൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ലാഭം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബിസിനസ് നടത്തിയിട്ട് എനിക്ക് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്യാർത്തി, പണത്തിനോടുള്ള അത്യാർത്തി മൂലമല്ല ഞാനിത് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ്? ബേസ്ഡ് ഓൺ നീഡ്, ഒരു ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞാണ് ഞാൻ എൻ്റെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. സോ മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ നീഡ്, നോട്ട് ഗ്രീഡ്. ഐ ബിലീവ് ദാറ്റ് ദ സക്സസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ലൈസ് നോട്ട് ഇൻ മേക്കിംഗ് മണി. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൺടർപ്രണർഷിപ്പ്, ഒരു സംരംഭം നമ്മൾ തുടങ്ങുക, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുമ്പം അതിന്റെ വിജയം എന്ന് പറയുന്നത് മണി മേക്കിംഗ് അല്ല, പൈസ ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഒരു സംരംഭം തുടങ്ങി, അതിന് ഇത്ര പൈസ എനിക്ക് കിട്ടുന്നു, അതല്ല അതിന്റെ വിജയം. ബട്ട് ഇൻ അലോയിങ് അതേഴ്സ് ടു ബെനഫിറ്റ്. പിന്നെ എന്താണ്? മറ്റുള്ളവർക്കും കൂടി ബെനഫിറ്റ്, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ. അതാണ് ഇതിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, why do you promote women and women's self-help groups so much? എന്തുകൊണ്ടാണ് സാർ വുമണിനെയും വുമൺസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെയും വളരെയധികം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിന് ആൻസർ പറയാണ്, ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വിമൻ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗാന്ധിജി സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, വിശ്വസിക്കുന്നത് സ്ത്രീകൾക്ക് നമ്മുടെ ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഐ ഫോളോ ഗാന്ധിജീസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. ഞാൻ ഫോളോ ചെയ്യുന്നത്, അതായത് മിസ്റ്റർ അരുണാചലം ഫോളോ ചെയ്യുന്നത് ഗാന്ധിജിയുടെ വിസ്ഡം, അറിവും, ആൻഡ് ഹിസ് പാത്ത്, അദ്ദേഹത്തിനെയാണ് ആര് ഫോളോ ചെയ്യുന്നത്? അരുണാചലം ഫോളോ ചെയ്യുന്നത്. മൈ വിഷൻ ഈസ് ടു ജനറേറ്റ് 1 million ജോബ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ. എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു വിഷൻ എന്താണ്? ടു ജനറേറ്റ് 1 million ജോബ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള 1 million എന്ന് പറഞ്ഞാൽ 1 ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ജോലി നൽകുക. ആൻഡ് ടു പ്രൊമോട്ട് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്സ്. എല്ലാ വീടുകളിലും ശുചിത്വം പാലിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. ഹൗ ക്യാൻ ഐ ബെസ്റ്റ് ടു ഡു ദാറ്റ്? എനിക്കത് എങ്ങനെ എത്രയും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? ഐ യൂസ് ദ പവർ ഓഫ് വിമൻ ടു എംപവർ വിമൻ. ചുമ്മാ മെഷീൻ കൊണ്ട് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് വിമണിനെയും കൂടി ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഐ യൂസ് ദ പവർ ഓഫ് വിമൻ. വിമണിന്റെ തന്നെ പവർ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വിമണിനെ തന്നെ എംപവർ ചെയ്യുകയാണ്. ഇൻ മൈ മിഷൻ 3 elements ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്. എൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാനിറ്ററി നാപ്കിൻസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. ആ ഒരു മിഷനിൽ 3 elements ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്. ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3 elements ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അവയർനെസ് എന്താണ്? ബോധം, അല്ലേ? ബോധവൽക്കരണം. 2, അതായത് ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ സാനിറ്ററി നാപ്കിൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, അത് മെൻസ്ട്രൽ സൈക്കിൾ വരുമ്പോൾ എന്തെല്ലാം ശുചിത്വങ്ങൾ പാലിക്കണം, അതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ് ആണ്. 2, അവൈലബിലിറ്റി, അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, എങ്ങനെ ലഭിക്കും, അതിനെക്കുറിച്ചുള്ള ധാരണ. ആൻഡ് അഫോർഡബിലിറ്റി, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇതൊക്കെ എങ്ങനെ അഫോർഡബിൾ ആക്കാം, അതായത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ വാങ്ങാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുത്തത്. ഏതൊക്കെയാണ് ആ 3 എലമെന്റ്സ്? അവയർനെസ്, അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി. വിമൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് വിമൻ. സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീകളോട് എന്ത് ചെയ്യാൻ പറ്റൂ? എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു പുരുഷൻ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻഡ് ക്രിയേറ്റ് അവയർനെസ് ഓൺ മെൻസ്ട്രൽ ഹൈജീൻ. മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ആർത്തവ ശുചിത്വത്തെ കുറിച്ച് നല്ലൊരു ബോധം സ്ത്രീകൾക്ക് മാത്രമേ മറ്റ് സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു സംരംഭം തുടങ്ങിയതെന്നാണ് അരുണാചലം പറയുന്നത്. You have said that you prefer to use the word detail rather than retail when you mention your product. Could you explain what you mean by this? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താങ്കൾ ഒരുപാട് നേരമായിട്ട് റീറ്റെയിൽ എന്ന് പറയുന്ന വാക്കിന് പകരം ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു വാക്കാണല്ലോ മെൻഷൻ ചെയ്യുന്നത്. Could you explain what you mean by this? ഇതിൽ നിന്ന് താങ്കൾ എന്താണ് അർത്ഥമാകുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. More than turnover, I focus on impact. Social entrepreneurship should be impact based. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മോർ ദാൻ ടേൺഓവർ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്ട്. ഇത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എത്രത്തോളമാണ് അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സാമൂഹിക സംരംഭകന് വേണ്ടത് എന്താണ്? ഇമ്പാക്റ്റ് ആണ്. സമൂഹത്തിൽ അത് എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കും, ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടെ വേണ്ടത്. ഐ ആസ്ക് ദ വിമൻസ് കളക്റ്റീവ്നെസ് to personally talk to every woman
കസ്റ്റമർ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഹൈജീൻ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളോട് വളരെ അടുപ്പം ചെന്നിട്ട്, അതായത് വളരെ പേഴ്സണൽ ആയിട്ട് ഞാൻ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു. എന്തിനെ കുറിച്ചിട്ടാണ്? ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഹൈജീൻ. സ്ത്രീകളുടെ ആ ഒരു ഹൈജീനെ കുറിച്ച്, ശുചിത്വത്തെ കുറിച്ച് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാലല്ലേ കറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. അവർ എയിം ഈസ് നോട്ട് ടു ഇൻക്രീസ് സെയിൽസ്. ഞങ്ങളുടെ ലക്ഷ്യം എന്തല്ലായിരുന്നു? നോട്ട് ടു ഇൻക്രീസ് സെയിൽസ്, കച്ചവടം കൂട്ടുക എന്നുള്ളതല്ലായിരുന്നു. ഇത്രയും സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കി അത്രയും കച്ചവടം ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ബട്ട് ടു ഇൻക്രീസ് അവയർനെസ്, മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ആ ഒരു അവയർനെസ്. വി ഹാവ് ക്രിയേറ്റഡ് 1363 ലോക്കൽ ബ്രാൻഡ്സ്. ഞങ്ങൾ 1363ഓളം ലോക്കൽ ബ്രാൻഡ്സുകൾ എന്ത് ചെയ്തു, നിർമ്മിച്ചു. ആൻഡ് ഏൺഡ് $750 billion ഇൻ റവന്യൂ സോ ഫോർ. അതുപോലെ തന്നെ $1 billion ഞങ്ങൾ എന്ത് ചെയ്തു, റവന്യൂ ആയിട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിറ്റപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, കുറച്ച് പൈസ കിട്ടുകയും ചെയ്തു. ഡീറ്റെയിലിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് ഈസ് എ ടഫ് തിങ് ടു ഡു. ഏറ്റവും ടഫായ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ പെൺകുട്ടികൾക്കും സ്ത്രീകളിലേക്കും എത്തിക്കുക, അത് ഡീറ്റെയിൽ ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധവൽക്കരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ടഫാണെന്നാണ് ഇവിടെ അരുണാചലം പറയുന്നത്. I bow to all teachers as they spend their whole lives detailing things to pupils. Pupils എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും എൻ്റെ മുന്നിൽ വരുത്തിയിട്ട് അവരോട് എന്ത് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോട് എന്തിനെ പറ്റിയിട്ടുള്ള അവയർനെസ് പറഞ്ഞു കൊടുക്കണം. ഈ മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റിയിട്ടും അതിന്റെ ശുചിത്വത്തെ പറ്റിയിട്ടും സാനിറ്ററി നാപ്കിൻസിന്റെ യൂസസിനെ കുറിച്ചും ഉള്ള അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഐ ബോ ടു ഓൾ ടീച്ചേഴ്സ് as they spend their whole lives. അങ്ങനെ ആ ഒരു ജീവിതം തന്നെ ടീച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു, ഈ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് യു എവർ ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം പോളിസി മേക്കേഴ്സ് ഓർ ഗവൺമെന്റ് ഏജൻസീസ് ഫോർ യുവർ പ്രോജക്ട്സ് ആർ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താങ്കൾക്ക് പോളിസി മേക്കേഴ്സിൽ നിന്നോ ഗവൺമെന്റ് ഏജൻസീസിൽ നിന്നോ താങ്കളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? ക്യാൻ യു ടെൽ us how the government supported your efforts? താങ്കളുടെ എഫേർട്ട് വേണ്ടിയിട്ട് ഗവൺമെന്റ് താങ്കളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് അദ്ദേഹം ആൻസർ പറയാണ്, IIT മദ്രാസ് honored me with the National Innovation Foundation's Grassroots Technological Innovations Award. ആ ഒരു അവാർഡിന്റെ പേരാണ് ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അവാർഡ്. ആ ഒരു അവാർഡ് എനിക്ക് IIT മദ്രാസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഐ റിസീവ്ഡ് ദ അവാർഡ് ഫ്രം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുകൂടാതെ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും എനിക്ക് അവാർഡ് ലഭിച്ചു. ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇലക്റ്റഡ് മീ ഫോർ ദി പത്മശ്രീ അവാർഡ് ഇൻ 2016. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നെ എന്തിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു? പത്മശ്രീ അവാർഡ് 2016 സെലക്ട് ചെയ്തു, എനിക്ക് പത്മശ്രീ അവാർഡ് ലഭിച്ചു. The Indian Parliament discussed the issue of women health and hygiene at great length. ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഇതൊരു ചർച്ചയായി. എന്തിനെ കുറിച്ചുള്ള ചർച്ച? ഇഷ്യൂ ഓഫ് വ്യൂമൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചുമുള്ളൊരു ചർച്ച നടന്നു. അറ്റ് ഗ്രേറ്റ് ലെങ്ത്, വളരെ വിശാലമായൊരു ചർച്ചയായിരുന്നു അത്. ആൻഡ് ദ ഗവൺമെന്റ് വെയ്വ്ഡ് GST ഓൺ സാനിറ്ററി നാപ്കിൻസ്. അങ്ങനെ ചർച്ച നടത്തിയതിന് ശേഷം ഗവൺമെന്റ് ഈ സാനിറ്ററി നാപ്കിൻസിലുള്ള GST ഒക്കെ വെയ്വ്ഡ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ്, ആ ഒരു GST ഒക്കെ മാറ്റി. ബട്ട് വാട്ട് ഐ കൺസിഡർ, മാറ്റിയെന്നല്ല ഒഴിവാക്കിയെന്നാണ്. ബട്ട് വാട്ട് ഐ കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ഈസ് ദാറ്റ് മൈ ഫാമിലി കെയിം ബാക്ക് ടു മീ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ തന്നെ ഐ കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ, എല്ലാത്തിനും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇറ്റ് ഈസ് ദാറ്റ് മൈ ഫാമിലി കെയിം ബാക്ക് ടു മീ. എന്നെ ഉപേക്ഷിച്ച് പോയ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ആ സ്റ്റോറി പഠിച്ചപ്പോൾ. അപ്പോൾ എൻ്റെ ഫാമിലി തന്നെ എന്ത് ചെയ്തു, എൻ്റെ ഈ ഒരു സക്സസ് കണ്ടിട്ട് തിരിച്ചു വന്നു. Last question, what message do you have specifically for the young innovators and social entrepreneurs of our nation? നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരുപാട് സംരംഭകരുണ്ട്. ആ സംരംഭകർക്കും യങ് ഇന്നോവേറ്റേഴ്സും ചെറുപ്പക്കാരായിട്ടുള്ള കണ്ടുപിടുത്തക്കാർക്കും ഒക്കെ താങ്കൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു സ്റ്റുഡൻസ്? ഈ സ്റ്റുഡൻസിന് താങ്കൾക്ക് എന്ത് അഡ്വൈസ്, എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം പറയാണ്, എഡ്യൂക്കേഷൻ എംപവേഴ്സ് അസ്. നമുക്ക് വിദ്യാഭ്യാസമാണ് നമ്മളെ പവർഫുൾ ആക്കി മാറ്റുന്നത്.
We must, however, always bear in mind that we do not need to beg for a job after education. വിദ്യാഭ്യാസം ലഭിച്ചിട്ട് മാത്രം കാര്യമില്ല. വിദ്യാഭ്യാസം ലഭിച്ചതിന് ശേഷം നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യണം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് ടു ബെഗ് ഫോർ എ ജോബ്. നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് യാചിക്കാൻ പാടില്ല. ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു സോഷ്യൽ പ്രോബ്ലംസ്. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടെത്തി എന്ത് ചെയ്യുക? അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുക. ആൻഡ് ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർ സെൽസ് ആൻഡ് അതേഴ്സ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ജോബ് കണ്ടെത്തുക. അല്ലാതെ ഒരിക്കലും ജോബിന് വേണ്ടിയിട്ട് പോയി യാചിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. യു നീഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലംസ്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. എന്തിനാണ്? എഡ്യൂക്കേഷനും അറിവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചുറ്റുപാട് നടക്കുന്ന പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺവേർട്ട് എവറി പ്രോബ്ലം ഇൻടു ആൻ ഓപ്പർച്യൂണിറ്റി. ഈ നമ്മൾ കാണുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ എന്താക്കി മാറ്റുക? ഒരു അവസരമാക്കി മാറ്റുക. കം ഔട്ട് വിത്ത് എ സൊല്യൂഷൻ. നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്നും നമ്മളൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടെത്തുക. ആൻഡ് ഇൻവെൻഷൻ, നമ്മൾ അതിൽ നിന്ന് ഒരു കണ്ടുപിടുത്തം നടത്തുക. ആൻഡ് ഇന്നൊവേഷൻ, അങ്ങനെ കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് മാറാം. അതായത് ഒരു ചേഞ്ച് സംഭവിക്കും അവിടെ. ആൻഡ് എന്റർപ്രൈസ്, അതിനുശേഷം നമുക്ക് എന്തായിട്ട് മാറാം? ഒരു എന്റർപ്രൈസർ ആയിട്ട് മാറാൻ സാധിക്കും. ഒരു സംരംഭകനായിട്ട് മാറാൻ സാധിക്കും. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങളും കണ്ടുപിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുന്നവരാണെങ്കിൽ. ആൻഡ് സോഷ്യൽ എന്റർപ്രണേഴ്സ്, അതിനുശേഷം നമുക്ക് എന്തുമായിട്ട് മാറാം? സോഷ്യൽ എന്റർപ്രണേഴ്സ്, സാമൂഹിക സംരംഭകരായിട്ടും മാറാം. അതായത് ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് സോഷ്യൽ എന്റർപ്രണേഴ്സ്. നമുക്ക് സൊല്യൂഷൻ പ്രൊവൈഡേഴ്സും സോഷ്യൽ എന്റർപ്രണേഴ്സും ആയിട്ട് മാറാൻ സാധിക്കും. ട്രാൻസ്ഫോം ദ വേൾഡ്, അതുവഴി നമുക്ക് നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നാണ് അരുണാചലം പറയുന്നത്. സോ അപ്പോൾ ഇന്റർവ്യൂവർ ലാസ്റ്റ് പറയാണ്, താങ്ക് യു വെരി മച്ച് സർ. We are sure your life and your words of wisdom will indeed be an inspiration for generations to come. ഇനി വരുന്ന തലമുറയ്ക്കും കൂടി താങ്കളുടെ ഈ ഒരു ജീവിതവും താങ്കളുടെ ഈ ഒരു പ്രവൃത്തിയും ഒക്കെ വളരെയധികം ഇൻസ്പയർ ചെയ്യും, സ്വാധീനിക്കുമെന്നാണ് ഇന്റർവ്യൂവർ പറയുന്നത്. സോ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സത്യത്തിൽ ഇതൊരു സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കാരണം ഓരോ ക്വസ്റ്റ്യനും അദ്ദേഹം നല്ല ആപ്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ടല്ലേ. ഇപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും സാധിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫെയിലായി എന്ന് പറഞ്ഞിട്ട് തളർന്നിരിക്കരുത്. ഒരു കാര്യം ചെയ്താൽ നമ്മളത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് എന്തായാലും ഒരു വിജയം കണ്ടെത്താൻ സാധിക്കും എന്നും കൂടിയാണ് അരുണാചലം ഈ ഇന്റർവ്യൂയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.